الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും റബ്ബിൻ്റെ തൃപ്തിയും ഇഷ്ടവുമൊക്കെ നേടിയെടുത്ത് തഖ്വയുള്ളവരായി പരലോക വിജയം സാധ്യമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗോജ്ജലമായ ഓർമ്മകൾ ആയവകൊണ്ടാണ് ഓരോ വിശ്വാസിയും ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ആദ്യമായി എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ ഏറ്റവും മഹത്വം നൽകിയ ദിവസമാണ് യൗമുൻ നഹർ എന്ന് പറയുന്നത്. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖിയാമ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും അല്ലാഹു മഹത്വം നൽകുന്നതുമായ ഒരു ദിവസത്തിലാണ്, അഥവാ യൗമുൻ നഹറിലാണ്, ദുൽഹിജ്ജ 10 അന്നാണ് നമ്മളുള്ളത്. അത്രയും ശ്രേഷ്ഠകരമായ ഒരു ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രം ഓർത്തുകൊണ്ടാണ് ബലിപെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തിന് വിവിധങ്ങളായ മേഖലകളിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ, മാതൃക അറിയിച്ചുകൊണ്ടാണ് ത്യാഗീവരനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകം വിട്ടുപോയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നു, പിന്നീട് അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിയോഗത്തിന് ശേഷം കാലങ്ങളായി ജനങ്ങൾ ഓർക്കാൻ മാത്രം അല്ലാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും ലഭിച്ച ഒരു മഹാപ്രവാചകനായി ലോകം അദ്ദേഹത്തെ ഓർക്കുന്നു എന്നതാണ്. സെമിറ്റിക് മതങ്ങളായ 3 മതങ്ങൾ, ജൂതമതം, ക്രിസ്തീയ മതം, അതുപോലെ തന്നെ ഇസ്ലാം മതം, ഇവരെല്ലാവരും ഞങ്ങളൊക്കെ ഇബ്രാഹിം നബിൻ്റെ ആൾക്കാരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ നിലക്ക് എന്താണ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ കേവലമായ അവകാശവാദം കൊണ്ട് കാര്യമില്ല, മറിച്ച് മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ എന്ന് നമ്മളെ അറിയിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജൂതനായിരുന്നില്ല, ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അഥവാ അള്ളാഹുവിലേക്ക് എല്ലാ അർത്ഥത്തിലും സമർപ്പിച്ച ഋജുമാനസനായ ഒരു മുസ്ലിമായിരുന്നു ഇബ്രാഹിം എന്ന് അള്ളാഹു നമ്മൾ അറിയിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഒരു സംസാരമുണ്ട്, നന്നായി ജീവിച്ചാൽ മതി, മതമൊന്നൊരു വിഷയമല്ല, ഏത് മതമാണെങ്കിലും നന്നായി ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളായി നന്മകൾ ചെയ്യുന്ന, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ആളുകളാകണമെന്ന ഒരു പാഠം അവിടെയുണ്ട്. ഇനി നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ധാരാളക്കണക്കിന് നമ്മൾ ഇബ്രാഹിം മില്ലത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഏറ്റവും പ്രധാനമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇബ്രാഹിം നമ്മൾ മാതൃകയാക്കേണ്ട കാര്യം തൗഹീദി പ്രബോധനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൗഹീദിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ത്യാഗിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പല വിധ രൂപത്തിൽ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഷിർക്കിന്റെ എല്ലാ വഴികളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നത് ഖുർആൻ നമുക്ക് ധാരാളമായി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് അൻകബൂത്തിൽ
അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. അല്ലാഹുവിനെ പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ശക്തിയും നിങ്ങൾക്ക് റിസ്ക് ഉടമപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നില്ല. മറിച്ച് നിങ്ങൾ അത് കാംക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ അവനെ ആരാധിക്കണം, വഷ്കുറൂ ലഹു അവനോട് നന്ദിയുള്ള ആളുകളായി തീരണം, ഇലൈഹി തുർജഊൻ നിങ്ങൾ അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിരന്തരമായി ഈ തൗഹീദിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം അയവർക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന യഥാർത്ഥ തൗഹീദ് മുറുകെ പിടിക്കുന്ന ആളുകളാകുക എന്നുള്ളത് പ്രധാനമാണ്. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഇവിടെ പലവിധ ബഹുദൈവ ആരാധനകളും മുഴുകുന്നുണ്ട് എന്ന് നമുക്കറിയാം. മുസ്ലിം നാമധാരികളായ പല ആളുകളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഖബറുകളെ ആശ്രയിക്കുന്ന, ഔലിയാക്കന്മാരുടെ പിന്നാലെ പോകുന്ന, അങ്ങനെ ദർഗകൾ ചുറ്റിക്കറങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണും. ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തിനത് പാടുള്ളതല്ല എന്നത് പ്രവാചക പാഠങ്ങളിൽ നിന്ന്, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്ന് പണ്ഡിതന്മാർ അത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ്. ഞാൻ അതിലേക്ക് നീട്ടിപ്പരത്തി പറയുന്നില്ല. ആ വിഷയം ഏറ്റവും പ്രധാനമാണ്. തൗഹീദ് അതിലൊരിക്കലും പോരായ്മയില്ലാത്ത മനുഷ്യരായി കഴിയുക എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ മാതൃകയാക്കുന്നു എന്ന് പറയുന്ന എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാതൃകയാകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ശക്തമായ തവക്കുൽ. എന്ത് വിഷയവും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധമായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ വിഷയത്തിൽ നമ്മൾ തവക്കുൽ, അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് ഉണ്ടാകാവതല്ല എന്നതാണ് ശരിക്കും തവക്കുലിന്റെ ശരിയായ അർത്ഥം. ആ നിലക്ക് തവക്കുൽ ചെയ്യുവാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പേടിക്കേണ്ടതില്ല എന്ന കൃത്യമായ ഒരു ഓർമ്മ വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മൾ ഇബ്രാഹിം നബി ഇങ്ങനെ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദി പ്രബോധനത്തിന്റെ വിഷയം പറഞ്ഞു. അതിന്റെ പേരിൽ രാജാവിന്റെ മുമ്പിൽ വരെ അദ്ദേഹത്തിന് എന്താണ് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു, തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു. പക്ഷെ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു ഔ ഹർരിഖൂഹു ഫഅൻജാഹു അല്ലാഹു മിനൻ നാർ. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു ന്യായവുമില്ല. പിന്നീട് അവർക്ക് ഉള്ള ആകെയുള്ള ഒരു പരിഹാരം അദ്ദേഹത്തെ നശിപ്പിക്കലാണ്. അവരത് പറഞ്ഞു, ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ തീയിൽ ഇട്ട് കരിച്ചു കളയുക എന്നവർ പറഞ്ഞു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാ പറഞ്ഞതുപോലെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിനു ശേഷം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളോട് വിശ്വാസികളായ നമ്മളോട് പറയുന്ന കാര്യം, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുമിനൂന. തീയിലേക്ക് എറിയപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചാൽ ഒരിക്കലും കുടുങ്ങുകയില്ല എന്നത് കൃത്യമായി അവിടെ നമ്മൾ പഠിക്കുകയാണ്. എത്ര വലിയ പരീക്ഷണ ഭൂമിയിലാണ് എങ്കിലും റബ്ബിന്റെ മാർഗത്തിലാണ്, റബ്ബ് ഇഷ്ടപ്പെട്ട വഴിയിലാണ് എങ്കിൽ ഒരു വിശ്വാസി കുടുങ്ങുകയില്ല എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്. അതിനുശേഷം പിന്നീട് തന്റെ പത്നിയായ ഹാജറിന്റെയും ചോരപ്പൈതലായ ഇസ്മായിലിനെയും കൊണ്ടാക്കാൻ പറയുന്നു മക്കത്തേക്ക്. ആ നിർദ്ദേശം അത്രമേൽ കരളലിപ്പിക്കുന്ന നിർദ്ദേശമാണ്. നമുക്ക് എല്ലാവർക്കും ആ ചരിത്രം അറിയാം. അദ്ദേഹം കുടുംബത്തെയും കൊണ്ട് പോകുന്നു, മക്കയിലാക്കുന്നു. മക്ക എന്ന് പറഞ്ഞാൽ മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട മൊട്ടയായ ഒരു പ്രദേശമായിരുന്നു അന്ന്. അവിടെ സസ്യങ്ങളോ വെള്ളമോ ഒന്നുമില്ലാത്ത പ്രത്യേകമായ ഒരു സാഹചര്യം. അവിടെ കൊണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു നടക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഹാജർ ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം എങ്ങോട്ടാണ്, ഞങ്ങൾ ഇവിടെ തനിച്ചാക്കി എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നില്ല. കാരണം അതിന് മറുപടി പറയാൻ എന്നാൽ ഇവരോടുള്ള ഇഷ്ടം കാരണത്താൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന രംഗത്ത് പോരായ്മ വന്നേക്കുമോ എന്ന ഉൾച്ചിന്തയായിരിക്കാം. മറുപടി പറയാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങൽ, തിരിഞ്ഞു മുന്നോട്ട് നീങ്ങൽ. വീണ്ടും വീണ്ടും ഹാജർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും മറുപടി ഇല്ലാത്ത ഒരു ഘട്ടം കണ്ടപ്പോൾ ഹാജർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ഹാദാ യാ ഇബ്രാഹിം,
ഞങ്ങളിവിടെ കൊണ്ടാക്കി തിരിച്ചങ്ങനെ പോകാൻ അള്ളാഹുവാണ് താങ്കളോട് നിർദ്ദേശിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇബ്രാഹിമിന് മനസ്സിലായി ഹാജർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അവിടെ വളരെ സന്തോഷത്തോടു കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങളെ വിട്ടേച്ച് പോകുക എന്നത് ഞാൻ ഒരിക്കലും കൊതിച്ച കാര്യമല്ല. പക്ഷേ എന്റെ റബ്ബ് അങ്ങനെ പറഞ്ഞാൽ എന്റെ റബ്ബിന്റെ കൽപ്പന പാലിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഓപ്ഷൻ എനിക്കില്ല എന്ന് തീർത്തു പറയുന്ന ഇബ്രാഹിം നമ്മൾ കാണുന്നുണ്ട്. ആ പ്രഖ്യാപനം കേട്ട ഉടനെ ഒരു നല്ല ഉമ്മയെ, ഒരു നല്ല ഭാര്യയെ, ഒരു നല്ല സഹധർമ്മിണിയെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതാണോ എങ്കിൽ താങ്കൾ പോയിക്കൊള്ളുന്നതാണ്. അള്ളാഹു പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിന്, ഞങ്ങൾ നോക്കാൻ അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഹാജറിനെയാണെന്ന് ഞങ്ങൾ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈയൊഴിയുകയില്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്നാണ്. അങ്ങനെ ഹാജറിലൂടെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത് എന്ന് ഓരോ വനിതകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിൽ തവക്കുലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും പേടിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഒരു കാര്യവും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തുകൊണ്ട് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം റബ്ബ് നിശ്ചയിച്ച പോലെ റബ്ബിന്റെ തീരുമാനപ്രകാരം നടക്കേണ്ടതാണ്. അതിനാൽ അവരിൽ തവക്കുൽ ചെയ്ത് കഴിയുവാനുള്ള ഒരു തീരുമാനം. പിന്നീട് ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു പിന്നീട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. അങ്ങനെ പറഞ്ഞ് ഇബ്രാഹിം തിരിച്ചു പോകുമ്പോൾ പിന്നീട് ഹാജറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബിയെയും ഹാജറിനെയും എങ്ങനെയാണ് സംരക്ഷിച്ചതെന്ന് നമുക്കറിയാം. ഇന്നും പറ്റാത്ത നീരുറവയായി സംസം നമ്മൾ കാണുന്നുണ്ട്. അത് അത്ഭുതമായി നിലനിൽക്കുകയാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു എന്ന് മാത്രമല്ല, മൊട്ടയായ ആ മക്ക പ്രദേശത്ത് ധാരാളക്കണക്കിന് ജനങ്ങൾ വന്നു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകം ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി മക്ക പ്രദേശത്തെ മാറ്റുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാരണമായി. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ പൈതലായിരിക്കുന്ന സമയത്ത് ഇസ്മായിലിനെ മക്കത്ത് കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റബ്ബേ എന്റെ ഈ കുടുംബത്തെ, എന്റെ ഈ മകനെ ഇവിടെയാക്കി ഞാൻ തിരിച്ചു പോകുമ്പോൾ അതിൽ പ്രധാനമായും ഞാൻ ലക്ഷ്യം വെക്കുന്ന കാര്യം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, പടച്ച റബ്ബേ എന്റെ ഈ മകൻ, എന്റെ മക്കൾ അവർ നമസ്കാരം നിലനിർത്തുന്ന ആളുകളാകാൻ വേണ്ടിയെന്നാണ്. അപ്പൊ ഈ നിലക്ക് വിദൂരമായ ഒരു സ്ഥലത്ത് അവരെ ഒറ്റക്കാക്കി പോകുമ്പോഴും ഇബ്രാഹിം നബിയുടെ ഉള്ളിൽ തന്റെ മക്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമസ്കാരത്തിൽ അത് മുറതെറ്റാതെ നിർവഹിക്കുന്ന ആളുകളായി തീരണമെന്ന താല്പര്യം അതങ്ങനെ തന്നെ അള്ളാഹുവോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറന്നു പറയുന്നുണ്ട്. പിന്നീട് അവിടെ നാഗരികമായ എല്ലാ വളർച്ചയും ഉണ്ടായി. ലോകം ശ്രദ്ധിക്കുന്ന കേന്ദ്രമായി, നിർഭയത്വത്തിന്റെ പ്രദേശമായൊക്കെ ആ സ്ഥലം മാറിയതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. തവക്കുൽ കൊണ്ട് നേടിയെടുത്ത വിജയമായിരുന്നു അത്. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാനുള്ള ചെറിയ തന്റെ കൂടെ ഓടി നടക്കുന്ന സമയത്ത്, അല്ലേ, അങ്ങനെ തന്നെ ഖുർആൻ അക്കാര്യം പറയുന്നത്. തന്റെ കൂടെ ഓടി നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയറുക്കുവാൻ വേണ്ടി സ്വപ്നത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. എന്ന് ആ നിർദ്ദേശം കിട്ടിയപ്പോൾ ഈ വിഷയം മകനെ അറിയിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ മോനെ നിന്നെ ബലിയറുക്കുവാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നത് കാണുന്നുണ്ട്, നിനക്കെന്താണ് പറയാനുള്ളത്? അവിടെയാണ് ഒരു മകൻ എത്രമാത്രം പിതാവിനോട് സമരസപ്പെടുന്ന, ആ പിതാവിനോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ എല്ലാ അർത്ഥത്തിലും സന്നദ്ധമാകുന്ന ഒരു പ്രഖ്യാപനം നമ്മൾ കാണുന്നത്. അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇതിന് കുറച്ച് ചിന്തകൾ ആവശ്യമുണ്ട്. എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അത് ചെയ്തുകൊള്ളൂ, ഞാൻ ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും പ്രിയ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്ന ഇസ്മായിൽ നബിയെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇസ്മായിൽ നബിക്ക് പറയുന്നു, ഇപ്പൊ ഒരിക്കലും അള്ളാഹു അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം ഒരാളെ കൊന്നുകളയുവാൻ പറയാൻ മാത്രം അള്ളാഹു ക്രൂരനല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ വേണ്ടി ന്യായം പറയായിരുന്നു. ഇത് പിശാച് തോന്നിപ്പിച്ചത് തന്നെയായിരിക്കും ഉപ്പ എന്ന് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഇസ്മായിൽ നബിക്ക് എന്തായിരുന്നു അവകാശവാദം ഉന്നയിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വഹയി ലഭിക്കുന്ന ഒരു പ്രവാചകനാണ് എന്റെ പിതാവ് എന്ന് തിരിച്ചറിഞ്ഞ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എങ്കിൽ, അള്ളാഹു അത് കൽപ്പിച്ചതാണ് എങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുന്ന വഴിയിൽ എന്റെ പിതാവ് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും അതിൽ ക്ലേശം അനുഭവിക്കേണ്ടി വരികയില്ല. മറിച്ച് അതിന്റെ പുറത്ത് എന്തെങ്കിലും വിജയത്തിന്റെ തുറവിയുടെ വഴി ഉണ്ടാകുമെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ സ്ഥാനത്തിലാണ് അവിടെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്.
അതിന്റെ ബാക്കി നമ്മൾ അവർ രണ്ടുപേരും പടച്ച റബ്ബിന്റെ നിയമത്തിന് നിർദ്ദേശത്തിന് കീഴ്പ്പെട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചരിച്ച് കിടത്തി കത്തിവെക്കാൻ നിൽക്കുന്ന ഘട്ടം ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. ഇബ്രാഹിം അങ്ങനെ കത്തിവെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ ആ നിർദ്ദേശം പാലിക്കുന്നിടത്ത് ഒരിക്കലും അദ്ദേഹം പിന്മാറുകയില്ല എന്ന ആ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് അല്ലാഹുവിനെ നേരത്തെ പറയാം. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് യാ ഇബ്രാഹിം നാദൈനഹു യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റൂഇ, താങ്കൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ച ആ കാര്യം പാലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരമാണ് നാം മുഹ്സിനുകളായ ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ഒരു ദൗത്യത്തിൽ പിന്തിരിപ്പിച്ച് അതിന്റെ ഭാഗമായി ഒരാടിനെ നൽകി, അതിന് പകരമായി ഒരാടിനെ നൽകി ബലിയെറുക്കുവാൻ പറഞ്ഞു. ആ ബലി ഓർത്തുകൊണ്ടാണ് ബലിപെരുന്നാൾ നാളുകളിൽ വിശ്വാസികൾ ബലിയെറുക്കുന്നത് നമുക്കറിയാം. നോക്കൂ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ മറു ചിന്തയില്ലാതെ നടപ്പിലാക്കാൻ തയ്യാറാകുന്ന വളരെ നല്ല ഒരു മനസ്സാണ്. പടച്ച റബ്ബ് പറഞ്ഞാൽ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, കീഴ്പ്പെടുക എന്ന് തന്റെ റബ്ബ് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചപ്പോൾ ലോകരക്ഷിതാവായ റബ്ബിന് ഞാൻ ഇതാ സർവവും സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇബ്രാഹിം നിങ്ങൾ കാണുകയാണ്. ഇവിടെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മളോട് ചോദിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹു, റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം നിർദ്ദേശങ്ങൾ പറഞ്ഞുണ്ടോ അതെല്ലാം പരിപൂർണമായി നടപ്പിലാക്കിയ ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ താങ്കൾ ഫോളോ ചെയ്യണമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയോടും തുറന്നുള്ള വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാം റബ്ബിന് സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സായിരുന്നു ഇബ്രാഹിം നബിയുടേത് എങ്കിൽ നമ്മളോട് ചോദിക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞതുപോലെയുള്ള കടുത്ത നിർദ്ദേശങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് വളരെ എളുപ്പമുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ നിഷ്പ്രയാസം നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുവാൻ ഒരു തടസ്സവും ഒരാൾക്കും ഉണ്ടാകുകയില്ല. തടസ്സം ന്യായമാണ് എങ്കിൽ അതിനുള്ള പരിഹാരം ഇസ്ലാം തന്നെ നമുക്ക് അറിയിക്കുന്നുണ്ട്. ഇസ്ലാമികമായ ഓരോ നിർദ്ദേശങ്ങളും, ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിർദ്ദേശിക്കുന്ന വേഷം ധരിക്കുന്ന രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു കാര്യം നടപ്പിലാക്കുന്ന രംഗത്ത് അവർ പലപ്പോഴും ഈ ഭൗതിക ലോകത്ത് പലരും പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണങ്ങളെ അംഗീകരിക്കുന്ന ആളുകളായി മാറുന്നു. അത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. പടച്ച റബ്ബ് ഇന്നതാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ടും അങ്ങനൊന്ന് ആയാൽ ശരിയാകില്ല. ഇവിടെ കുറച്ചൊക്കെ സൗന്ദര്യ പ്രദർശനമാകാം, അങ്ങനെ ആകണം, ചില നഗ്നത പ്രശ്നമാകണം എന്നൊക്കെ ചിന്തിക്കുന്ന പലരും സമൂഹത്തിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് മനസ്സിലാകുമ്പോൾ അത് കേവലം വേഷത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഓരോരോ കാര്യങ്ങളും നമ്മുടെ സാമ്പത്തികമായ രംഗത്ത്, എല്ലാ രംഗത്തും ഈ കൃത്യമായ നിർദ്ദേശമുണ്ട്. ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം തകർന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹം. അതിനെക്കുറിച്ച് പഠിച്ച എക്സൈസ് വിഭാഗത്തിലുള്ള ആളുകൾ പറയുന്നത് 17 വയസ്സാകുമ്പോഴത്തേക്ക് എന്താണ് കേരളത്തിലെ 70% ആളുകളും ലഹരിക്ക് വിധേയമാകുന്ന, ആ നിലക്ക് ലഹരിയിലേക്ക് അടിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും പാടില്ല, ചെയ്യുന്നില്ല എന്നതിന്റെ ഉത്തരം എന്താ വെച്ചാൽ എന്റെ റബ്ബ് എന്നോട് അത് അരുത് എന്ന് പറഞ്ഞത്. ആളുകൾ അറിയുമോ, ആളുകൾ ശ്രദ്ധിക്കുമോ എന്നൊന്നല്ല, എന്റെ റബ്ബ് എന്നോട് അരുത് എന്ന് പറഞ്ഞതിനാൽ ഞാൻ അതിലേക്ക് പോകുന്നു. അശ്ലീലതകൾ കൊണ്ട് അങ്ങേയറ്റം നിറഞ്ഞ് സമൂഹം വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. മ്യൂസിക്കിന്റെയും ഡാൻസിന്റെയും ഒക്കെ പിന്നാലെ ജീവിതം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായി സമൂഹത്തിലെ വലിയൊരു കൂട്ടം യുവസമൂഹം മാറിയിട്ടുണ്ട്. യുവസമൂഹം മാത്രമല്ല, നരവാദി ചങ്ങേയറ്റമെത്തിയ ആളുകളും മൊബൈൽ പിടിച്ച് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ നോക്കി കാണുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയൊക്കെ ഇബ്രാഹിം നബിയെ ഓർക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന് വിധേയപ്പെട്ട ഒരു അടിമയായി ഞാൻ എന്ന് അവകാശപ്പെടാൻ കഴിയുക? അങ്ങനെ ആയിക്കൂടാ. അതാണ് ഈ ദിവസത്തിൽ, ഈദുൽ അദ്ഹ ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. എപ്രകാരമാണോ റബ്ബിന് വിധേയപ്പെടുവാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, അപ്രകാരം വിധേയപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാക്കുക എന്നതാണ് വളരെ പ്രധാനം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക സമൂഹത്തെ കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളും ലിബറസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്
മോഡലിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഇസ്ലാമിന്റെ പല കാര്യങ്ങളെയും പുച്ഛിക്കുകയും അതിനെ കളിയാക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതിനപ്പുറത്ത് ഇസ്ലാമിലെ പല നിയമങ്ങളും അത് ആ 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പ്രാകൃത നിയമങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ആ വിഷയത്തിലൊക്കെ ബുദ്ധിപരമായി വൈജ്ഞാനികമായി മറുപടി നൽകാൻ കഴിവുള്ള ആളുകളായി തീരുക എന്നത് ഇബ്രാഹിം നബിയെ മാതൃകയാക്കുന്ന നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ കഴിയുന്ന ആളുകളാകാൻ നമുക്ക് കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഒരേപോലെ എല്ലാം പഠിച്ച് തികഞ്ഞ ആളുകളായിരിക്കും. മറിച്ച് വിവരവും അറിവുമുള്ള ആളുകൾ ഈ വിഷയത്തിലൊക്കെ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് സ്വയം ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ട കണിശമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ് എങ്കിൽ, ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തപ്പെടുന്നത് ഖുർആനാണ് എങ്കിൽ, ഖുർആന്റെ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന നിർദ്ദേശമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഒരൊറ്റ ആയത്ത് പോലും അവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നുകളയുവാനുള്ള നിർദ്ദേശം ഖുർആന്റെ എവിടെയുമില്ല. അവിടെയാണ് ഖുർആന്റെ പ്രത്യേകത. അവിശ്വാസികളെ കൊന്നുകളയുവാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല, മറിച്ച് അവരെ എന്നാണ് പറഞ്ഞത്. ആ അവർ ആരാണ് എന്നത് കൃത്യമായി അതിന്റെ മുമ്പും ശേഷവുമുള്ള ആയത്തുകളോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഇസ്ലാമിനെ അതിന്റെ ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് അതിനെ പ്രബോധനം ചെയ്യുന്ന രംഗത്ത് എല്ലാവർക്കും ത്യാഗം സഹിക്കാൻ കഴിയുന്ന ആളുകളാകുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്ത് പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ, അവന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന രംഗത്ത് ഒരിക്കലും പോരായ്മ വരുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഇന്നിന്റെ സുദിനത്തിൽ നമ്മൾ പ്രത്യേകം ഉറപ്പിക്കേണ്ട കാര്യം. കാരണം അവിടെയാണ് എല്ലാ വിജയവും. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യക്ഷത്തിൽ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഓരോന്നെടുക്കുമ്പോഴും അത് മനസ്സിന് തീരെ താങ്ങാൻ കഴിയാത്തത്രയും കടുപ്പമുള്ള നിർദ്ദേശങ്ങളാണ്. പക്ഷേ അതെല്ലാം നിർവഹിക്കുക വഴി ഒരിക്കലും പ്രയാസകരമായ ഒരു പശ്ചാത്തലത്തിലേക്ക് ആരെത്തിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ കുടുംബം എത്തിയിട്ടില്ല. മറിച്ച് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ ഓർക്കുന്ന ത്യാഗിവന്മാരായ മഹാമനീഷികളായി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ നിലക്ക് ഈ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി അള്ളാഹുവിന് വിധേയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടുന്ന നല്ല അടിമകളായി തീരുവാൻ നമ്മൾ പ്രയത്നിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നികത്തുമാറാകട്ടെ. ഈദിന്റെ ഈ സുദിനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈദിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്വതക്ക സ്വീകരിച്ചിരുന്നു. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ റിലീഫിന്റെ ഭാഗമായിട്ടാണ് സ്വതക്ക സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പരിസരത്തുള്ള വളരെ സാധുക്കളായ ധാരാളക്കണക്കിന് ആളുകളെ പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കുവാനുള്ള പ്രത്യേകമായ താല്പര്യം നമ്മൾ കാണിക്കണമെന്ന് ഇത്തരത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്കിടയിൽ പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു ആശ്വാസവും തുളവ് നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രതികൾ അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പലരും നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ ശിഫ നൽകി ആദരിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമുകൾ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പവും ആശ്വാസവും നൽകുമാറാകട്ടെ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലെത്തുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുന്നത് യഥാർത്ഥ സത്യവിശ്വാസവും സമർപ്പണവുമാണ് എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ ആ നിലക്ക് റബ്ബിനെ വിധേയപ്പെടുന്ന നല്ല അടിമകളായി തീരുവാനുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന് തിരിച്ചറിഞ്ഞ് ആ നിലക്കുള്ള ജീവിതം നയിക്കുക നമ്മൾ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതേത് സന്ദർഭത്തിലും അവന് വിധേയപ്പെടുവാനുള്ള നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പല ആളുകളും കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവരുടെ കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടുമൊക്കെ അസ്വസ്ഥമാക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു എളുപ്പവും തുറവിയും അങ്ങേയറ്റത്തെ സമാധാനവും യഥാർത്ഥത്തിലുള്ള വിജയവും നൽകി ആദരിക്കുമാറാകട്ടെ. നമ്മൾക്കിടയിൽ
പല നിലക്കും കടം കൊണ്ടും മറ്റുമൊക്കെ അസ്വസ്ഥപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു തുറന്നന്മാരാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا أنت أرحم الراحمين. الحمد لله رب العالمين.